ഹായ്, രാവിലെ നല്ല തണുപ്പൊക്കെ ആയിരുന്നുകൊണ്ട് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടാണ് എണീറ്റ്. ഒന്നും നോക്കിയില്ല, നേരെ കിച്ചണിലേക്ക് വിട്ടെ. അവിടെ നോക്കുമ്പോൾ അമ്മ നല്ല ചക്കയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എനിക്ക് 2-3 ദിവസത്തെ അവധിക്കൊക്കെ വരുമ്പോൾ എല്ലാ ദിവസവും ചക്കയും കപ്പയൊക്കെ കിട്ടിയാലും ഹാപ്പി ആയിരിക്കും. കാര്യം മറ്റേതൊക്കെ കഴിച്ച് മടുത്തിട്ടാണല്ലോ ഇവിടെ വരുന്നത്. ചക്കയ്ക്ക് കറിയായിട്ട് കുറച്ച് പോർക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ കാന്താരി മുളകും ചെറിയുള്ളിയൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കുമ്പോൾ ഒരു ഫീലുണ്ട്. അത് ചക്കേൻ്റെ കൂട്ടത്തിലാകുമ്പോഴത്തേക്കും വേറെ ലെവൽ ടേസ്റ്റ് ആവും. അങ്ങനെ കഴിച്ചു കേട്ടോ. ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് കുക്കിനോട് പറയണേ. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വീടിനടുത്തുള്ളൊരു വെള്ളച്ചാട്ടമില്ലേ, വിലങ്ങാടിനൊക്കെ അടുത്തുള്ള തിരികക്കായ് എന്ന് പറയുന്നത്, അവിടെ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. തിരികക്കായ് ഓർമ്മയില്ലേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവധിക്ക് വന്നപ്പോൾ അനിയൻ്റെ കൂട്ടത്തിൽ ഇവിടെയൊക്കെ പോയായിരുന്നു. അന്ന് ഇത്ര വെള്ളമൊന്നും ഇല്ലായിരുന്നേ. ഇപ്പം നല്ല മഴയൊക്കെ പെയ്തതിന് ശേഷം അടിപൊളിയായിട്ടുണ്ട്, നല്ല വെള്ളമൊക്കെ വന്നു. ഇപ്പോൾ ആണെങ്കിൽ അത്യാവശ്യം ഫാമിലീസൊക്കെ നല്ലപോലെ വരുന്നുണ്ട്. ഒന്ന് സേഫായിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല മലയെന്ന് വരുന്ന തണുത്ത വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യും. അടിപൊളി ഫീൽ ആയിരിക്കും. ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് തിരികക്കായും വാട്ടർഫാൾസ്. ഈ കോഴിക്കോടും കണ്ണൂരൊക്കെ ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇപ്പം തന്നെ വീഡിയോ അയച്ചു കൊടുത്തേക്കോട്ടോ, അവരൊന്നും അറിയാണ്ട് പോരുതല്ലോ. പിന്നെ ആരൊക്കെ വന്നാലും സേഫായിട്ടിരിക്കുക. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല ചായയും ചക്കവളച്ചും ഒക്കെ ഉണ്ടായിരുന്നേ. ചക്കവളച്ചം എന്ന് വെച്ചാൽ നല്ല ചക്കപ്പഴവും അരിപ്പൊടിയൊക്കെ കൂടെ ഹൽവ പോലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന്റെ കൂട്ടത്തിലാണ് ഹോട്ട്സ്റ്റാറിലുള്ള നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്നുള്ള വെബ് സീരീസ് ഇങ്ങനെ കാണുമായിരുന്നു. ഇതിനകത്താണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൽഫി എന്ന് പറഞ്ഞ ആക്ട്രസും ഉണ്ട്. അപ്പോൾ എന്തായാലും കാണണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കീപ് ഇൻ ടച്ച്. ഓക്കെ, ബൈ.